ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗാമസ് ആണ് മക്കളെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ മക്കളെ, നമ്മളിതാ എക്സാം അടുക്കാനായി. ഓൺ എക്സാമിന് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 7 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ. അതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എസ്സേ ക്വസ്റ്റ്യൻ അറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും വരും. അതിനിടക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മുന്നേ അറിഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. റെഡി അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യയുടെ എക്സ്റ്റേണൽ റിലേഷൻ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്റർ മിസ് ലൈവിൽ എടുക്കുന്ന സമയത്തും മക്കളടുത്ത് പറയാറുണ്ട്, ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ എന്താണ് നമ്മളെ എസ്സേ ക്വസ്റ്റ്യൻ? ഇന്ത്യ ചൈന വാർ ആണ് നമുക്ക് പഠിക്കാൻ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം, അതില് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ബിക്കോസ് 8 മാർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഇവിടെ നോക്കിക്കേ, ചൈനയുമായിട്ട് ഒരുപാട് സമാധാനപരമായ ബന്ധങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് കൂടെ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ആര്? നമ്മുടെ ചൈന. ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം തുടക്കത്തിൽ നല്ലൊരു ഫ്രണ്ട്ലി രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത് അല്ലെ. തുടക്കത്തിലെ നല്ല രീതിയിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. 1949 ചൈനീസ് റവല്യൂഷന് ശേഷം ഈ ഒരു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അതേപോലെ തന്നെ നെഹ്റു എപ്പോഴും, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ നെഹ്റു എപ്പോഴും ഒരു കോർഡിയൽ റിലേഷൻ ആണ് ആര് തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്, ചൈനയുമായിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എപ്പോഴും ചൈനക്ക് ഒരു വെസ്റ്റേൺ ഡോമിനേഷന്റെ ഒരു ഷാഡോ കാണുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, 1954 എന്താ മക്കളെ പറയുന്നത്, 1954 ഏപ്രിൽ 29 ആരും ചേർന്നിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ആയിരുന്ന സോ എൻലായും കൂടെ പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചു. എന്തിൽ ഒപ്പുവെച്ചു? പഞ്ചശീല തത്വത്തിൽ എന്ത് ചെയ്യാണ്, ഒപ്പുവെക്കുന്നത്. ഇതിനെ നമ്മൾ പഞ്ചശീൽ എഗ്രിമെന്റ് എന്നും പ്രിൻസിപ്പിൾ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നും നമ്മൾ വിളിക്കും. ഇനി എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, 1954 ഇവർ ഈ ഒരു പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്? പേര് പോലെ തന്നെ പഞ്ചശീലം എന്ന് പറയുന്നത് 5 പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും മറ്റുള്ള, അതായത് ഇന്ത്യ ചൈനയുടെയും ചൈന ഇന്ത്യയുടെയും ഇന്റഗ്രിറ്റിനെയും സൊവേണിറ്റിനെയും റെസ്പെക്ട് ചെയ്യുക, മ്യൂച്വൽ നോൺ അഗ്രഷൻ, അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൈന ഇന്ത്യയുടെയോ ഇന്ത്യ ചൈനയുടെയോ ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടാതിരിക്കുക, ഇക്വിറ്റബിൾ ആയിട്ടുള്ളത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഈ 5 കാര്യങ്ങളാണ് പഞ്ചശീല തത്വത്തിൽ അഥവാ നമ്മുടെ ഈ ഒരു പഞ്ചശീൽ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ചൈനയുമായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ പോയത്? തുടക്കത്തില് ടിബറ്റ് തന്നെയാണ് പ്രശ്നമായി വന്നത്. ടിബറ്റുകാര് പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ. ഈ ഒരു മാപ്പ് മക്കൾ നോക്കിക്കേ, ഇതില് ചൈനതാ ഇവിടെ കാണുന്നത് അല്ലേ, ആൻഡ് ഇന്ത്യതാ ഇവിടെ കാണുന്നത്. ഇന്ത്യയും ചൈനയും നല്ല പോലെ കാണുന്നില്ലേ? ഇതിനിടയിലായിട്ട് കാണുന്ന ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്, ടിബറ്റ്. ഇതിനിടയിലായിട്ടുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ടിബറ്റ്. മാപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്തായിട്ടാണ് ടിബറ്റ് കിടക്കുന്നത് അല്ലെ. പക്ഷെ ചൈനക്കാര് എപ്പോഴും ടിബറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു,
പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ തന്നെ കിടക്കുന്ന രാജ്യമായതുകൊണ്ട് ഇതിന്റെ അതോറിറ്റി നമുക്കാണെന്ന് പറഞ്ഞ് തുടക്കം മുതലേ ഇവരെന്ത് ചെയ്തു, വിശ്വസിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇന്ത്യ ചിന്തിച്ചോ തിരിച്ചാണ്, ഇത് നമ്മളുടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ ഉണ്ടായത്. അറ്റ് ലാസ്റ്റ് 1954 ഇന്ത്യ പൂർണ്ണമായിട്ടും ചൈനക്കാർക്ക് ടിബറ്റ് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ ടിബറ്റിലെ ആളുകൾക്ക് കൂടുതൽ ഓട്ടോണമി നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ടിബറ്റ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തില്ല, ചൈനക്കാര് ഫോളോ ചെയ്തില്ല. ചൈനീസ് റൂള് ടിബറ്റിൽ വന്നതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചൈനീസ് ആർമി വരുന്ന സമയത്ത് ജനങ്ങൾക്ക് നിവൃത്തിയില്ലാതെ അവിടുത്തെ എസ്പെഷ്യലി നമ്മള് സ്പിരിച്വൽ ലീഡറായ ദലൈലാമ ഇന്ത്യയിലേക്ക് 1959 അഭയം തേടിയിട്ട് പോവുകയാണ്, ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ചൈനക്കാര് പറഞ്ഞെന്താ, അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇന്ത്യ ഇടപെട്ടു എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ ചൈനക്കാര് പറ. അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി എന്ത് ചെയ്തു, ഇന്ത്യ ഇടപെട്ടു. ഇനി ഇവിടെ നോക്കിക്കേ, രണ്ടാമത് പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളാണ് മക്കളെ ഇവിടെ പറയുന്നത്. ബോർഡർ ഇഷ്യൂരാണ് പറയുന്നത്. തുടക്കത്തിലെ ചൈനക്കാര് ഓരോ പ്രദേശത്തിനെ കുറിച്ച് നമ്മളതാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞിട്ട് ഓൾറെഡി ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് കൊളോണിയൽ ഡിവിഷൻ ഒക്കെ ചെയ്തു പോയതാണ്, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ചൈനക്കാര് ജമ്മു കാശ്മീരിലെ അക്സായി ചിന്ന് പറയുന്ന ഭാഗവും അരുണാചൽ പ്രദേശിലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസിയും നമ്മളേതാണ്, അതായത് ചൈനക്കാരുടേതാണെന്ന് പറഞ്ഞ് ഇവര് വാദിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അങ്ങനെ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യുകയാണ് ഇവര് ചൈനക്കാര് 1957-59 നമ്മുടെ അക്സായി ജില്ലയിലെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് അവിടെ റോഡ് നിർമ്മാണം ആരംഭിക്കുന്നു. തുടർന്ന് ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഇവര് തമ്മിലുള്ള പ്രോബ്ലംസ് പൂർണ്ണമായിട്ട് സോൾവ് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1962 യാതൊരു തരത്തിലുള്ള നമ്മള് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു സൂചന കിട്ടില്ലേ, ആ സൂചനകളൊന്നുമില്ലാതെ ചൈനക്കാര് ഇന്ത്യനെ ആക്രമിക്കുന്നു. ഇന്ത്യ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞങ്ങൾ ചൈനക്കാരെ ആക്രമിക്കും. ബിക്കോസ് നമ്മുടെ പഞ്ചശീല അഗ്രിമെന്റിൽ പറയുന്നുണ്ട് മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ മ്യൂച്വൽ നോൺ അഗ്രഷൻ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്ത് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. യെസ്, മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമേന്തി പ്രശ്നത്തിൽ ഏർപ്പെടരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇന്ത്യനെ ചൈന ആക്രമിക്കുകയാണ്. 1962 പഞ്ചശീല അഗ്രിമെന്റ് ഒക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. അതിന് ചൈനക്കാർ പറഞ്ഞ വാദം എന്താ വെച്ചാല്, നിങ്ങള് ടിബറ്റിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടില്ലേ, നമ്മളെ പഞ്ചശീല അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടരുത്, ഇന്ത്യ ചൈനയുടെയും ചൈന ഇന്ത്യയുടെയും. അതിൽ പറഞ്ഞ കാര്യം നിങ്ങൾ തെറ്റിച്ചപ്പോ നമുക്ക് എന്താ തെറ്റിച്ചാലെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത്. പക്ഷെ നമ്മൾ കയറി ഇടപെട്ടതല്ല, അവിടുത്തെ സ്പിരിച്വൽ ലീഡർ നമ്മളോട് അഭയം ചോദിച്ച് വന്നതാണ് അല്ലെ. ഇനി ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 1962 നടന്ന ഈ ഒരു അറ്റാക്ക് സഡൻ അറ്റാക്ക്, അതായത് ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നുമില്ലാതിരുന്നു. അതായത് നമ്മളിപ്പോ ആ യുദ്ധം വരുന്ന പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മുന്നേ നമ്മൾ മുൻകരുതലൊക്കെ കാണും, നമ്മളെ ഇങ്ങനെ പ്രതിരോധിക്കാന്ന്. പക്ഷെ നമ്മൾ ഉറക്കത്ത് പോലും വിചാരിക്കാത്ത കാര്യം എന്നറിയില്ലേ, അതേ രീതിയിലായിരുന്നു. ഒരു പ്രിപ്പറേഷനുള്ള ഒരു ചാൻസ് പോലും ആര് കൊടുത്തില്ല, ചൈനീസ് ആർമി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സഡൻ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കോൺസിക്വൻസസിലേക്ക് നമ്മൾ മക്കളെ പോവുകയാണെങ്കിൽ നെഹ്റുവിന്റെ പേര് ഇന്ത്യയുടെ അകത്തും പുറത്തും എന്ത് ചെയ്തു, വളരെ മോശമായിട്ട് മാറി. അതേപോലെ തന്നെ നമുക്ക് നാഷണൽ ഹ്യൂമിലേഷൻ, നമ്മൾ പറയില്ലേ മൊത്തമായി നാണം കെട്ടുന്നറിയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ അത്രത്തോളം മോശകരമായ കാര്യമായി. പക്ഷെ നമുക്കൊരു നാഷണലിസം എന്ന് പറഞ്ഞ സ്പിരിറ്റ്, എന്ത് വന്നാലും അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു സ്പിരിറ്റ് എന്ത് ചെയ്തു, നമുക്ക് ഉണർന്നു. അതേപോലെ തന്നെ മിലിറ്ററിയിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് അവര് റിട്ടയർഡ് ചെയ്തു പോയി, അതേപോലെ റിസൈൻ ചെയ്തു. ഗവൺമെന്റിനെതിരെ ആദ്യമായിട്ട് നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം പാസാക്കി. ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്ത് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ചൈനയും USSR തമ്മിലുള്ള റിഫ്റ്റിനെ തുടർന്ന് CPIയിൽ ഒരു സ്പ്ലിറ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിനെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഫോറിൻ പോളിസി? എല്ലാവരും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്തു. അതേപോലെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായ VK കൃഷ്ണമേനോൻ ക്യാബിനറ്റിന് റിസൈൻ ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്താണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മളിതാ ഓൾമോസ്റ്റ് ഒരു 9-10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു എസ്സേ ക്ലിയർ ആക്കി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ എസ്സേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതുവരെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എക്സാം വരെയുള്ള കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അതിനുശേഷം നോക്കണം. എന്നിരുന്നാലും എക്സാം വരെയുള്ള എല്ലാ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക. ലൈവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടൂല ഇത് ഏതാ എന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരൊറ്റ വീഡിയോയിൽ നമ്മളൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കാര്യം നമുക്ക് തറവായി 8 മാർക്കിന്റെ ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലായി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഇതേപോലുള്ള കോണ്ടന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.